കേരളത്തിലെ പെൺകരുത്തിൻ്റെ കഥകൾ പറഞ്ഞ മീഡിയ വൺ ഹെയർ സ്റ്റോറി വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. ഹെയർ സ്റ്റോറിയിലെ വേറിട്ട കാഴ്ചകളാണ് ഇനി. പതിനൊന്ന് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 11 വനിതകൾ. അവർ കടന്നുവന്ന വഴികളിലെ കല്ലും മുള്ളും പൂക്കളുമെല്ലാം സദസ്സിനോട് പങ്കുവെക്കുക, മറ്റുള്ളവർക്ക് പ്രചോദനമാവുക എന്നതായിരുന്നു മീഡിയ വൺ ദുബൈ മോൺട്ട്ഫോർട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരുക്കിയ ഹെയർ സ്റ്റോറി എന്ന പരിപാടിയുടെ ആശയം. UAEയുടെ ആദ്യ വനിതാ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ സുആദ് അൽ ഷംസിയാണ് ആദ്യ അനുഭവ കഥ പറയാൻ വേദിയിലെത്തിയത്. സുആദ് താൻ നേരിട്ട കളിയാക്കലുകൾ എണ്ണി പറഞ്ഞു. തടി കൂടുതലായിരുന്നു എന്നതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്ന പഴികൾ, ഇംഗ്ലീഷിൽ ഒരു വരി പോലും നേരെ ചൊവ്വെ പറയാനറിയാതിരുന്ന കുട്ടിക്കാലത്തെക്കുറിച്ചെല്ലാം അവർ മനസ്സ് തുറന്നു. When I never knock those, I remember 24 years ago when I knock a door and I told them I want to study aircraft engineer, especially they call it aeronautical engineering. സദസ്സിന്റെ നിറഞ്ഞ കയ്യടിയിൽ സുആദ് കഥ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ഒരാൾ അവർക്കരികിലെത്തി. ഹെയർ സ്റ്റോറിയുടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന വനിതാ സെക്യൂരിറ്റി ഗാർഡുകളിൽ ഒരാളായ നൈജീരിയക്കാരി ക്ലാര. നിറഞ്ഞ കണ്ണുകളോടെയാണ് അവർ സുആദ് അൽ ഷംസിയെ സമീപിച്ചത്. താൻ കടന്നുവന്ന കടമ്പകളിൽ ചിലതുകൂടിയാണ് സുആദ് ഹെയർ സ്റ്റോറിയിൽ പറഞ്ഞത് എന്നായി ക്ലാര. I proved to them that a woman can actually become something by being the first in my family to travel abroad. നൈജീരിയയിലെ ഒരു പാവം കുടുംബത്തിലെ 9 മക്കളിൽ മൂത്തവളാണ് ക്ലാര. പാചകത്തിൽ മിടുക്കിയായതിനാൽ ഒരു ഷെഫ് ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പ്രോത്സാഹിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പിന്തിരിപ്പിക്കാൻ നിരവധി പേരുണ്ടായിരുന്നു. Though I cannot remember her name, but I know that she's the first aircraft engineer in UAE. I was really inspired by her story, and she made me to believe that I can really do it. Even though I don't know how, I don't know where to get the capital from, but with the little I can, and I've started, she made me believe that I can really do it with God and with the support of friends and family, if they will support me. സ്വപ്നങ്ങൾ പലത് കണ്ട് പറന്നിറങ്ങിയ ദുബൈയിൽ ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരിയാണിവർ. നൊമ്പരങ്ങൾ കേട്ട് സുആദ് അൽ ഷംസി ക്ലാരയെ ചേർത്ത് പിടിച്ചു. സ്വപ്നങ്ങളുമായി മുന്നേറാൻ ആത്മവിശ്വാസം നൽകി. Listen, life, you are here now. It's in all the world, not only in Nigeria, not only in UAE, not everywhere. You have to believe in your heart with your brain. Trust me, tomorrow, if you want to be in that position, you can. You choose what you want. Yeah. And trust me, when you... ഹെയർ സ്റ്റോറി എന്ന ആശയം എന്തായിരുന്നോ അതാണ് അവരുടെ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത്. Have belief in you. It's hard in the beginning, but you know, when you will remember it, you will smile. ഇതിനൊപ്പം വേറിട്ട ചില കാഴ്ചകൾക്ക് കൂടി ഹെയർ സ്റ്റോറി സാക്ഷിയായി. അപകടത്തിൽ തളർന്ന കാലുകളിൽ തളരാതെ പാരാ ബാഡ്മിന്റണിൽ മുന്നേറുന്ന ആൽഫിയ ജെയിംസ് എന്ന മലയാളി കായിക താരം നിരവധി പേർക്കാണ് ആത്മവിശ്വാസം പകർന്നത്. ആൽഫിയയുടെ വാക്കുകളിൽ കോരിത്തെരിച്ച് കാണികളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. ആൽഫിയയെ പോലെ തന്നെ അപകടം തളർത്തിയ കാലുകളോട് പൊരുതി വീൽചെയറിൽ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ സുജിത് കോശി. പരസ്പരം കേട്ടുപരിചയമുള്ള ഇവർ ആദ്യമായി കണ്ടുമുട്ടിയത് ഹെയർ സ്റ്റോറിയുടെ വേദിയിലായിരുന്നു. പറ്റി ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, കുറെ അച്ചീവ്മെന്റ്സ്, ബട്ട് ഇന്ന് ശരിക്കും ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് ഫുൾ ഗൂസ് ബംസ് ആയിരുന്നു.
listening to her story. An absolute champion. Alfred accomplishments പിന്നെ ആഷ്ഫിയ സ്റ്റേജിൽ കയറിയപ്പോൾ അവളുടെ അഡ്വേഴ്സിറ്റീസും അത് എങ്ങനെയാണ് സർപ്പാസ് ചെയ്ത് പിന്നെ നമ്മൾക്കൊരു ഇൻസ്പിറേഷൻ ഞാനും ചെയ്യുന്ന സെയിം തിങ് ആണ് ബട്ട് വേറൊരാളുടെ അവരുടെ റിയൽ സ്റ്റോറീസും എനിക്കിത് ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ ഇറ്റ്സ് വെരി എംപവറിങ്. സുജിത് കോശിക്ക് ഹെയർ സ്റ്റോറിയെക്കുറിച്ചും പറയാനേറെയുണ്ട്. ഈ കോൺസെപ്റ്റ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ബട്ട് ഐ എം വെരി മച്ച് ഇംപ്രസ്ഡ് വിത്ത് സ്ട്രോങ് വിമൻ. അവരുടെ സ്റ്റോറീസും അവരുടെ അഡ്വേഴ്സിറ്റീസും അവരുടെ റിയൽ ലൈഫ് ഷെയർ ചെയ്യുമ്പോൾ അതൊരു ലിറ്ററലി ഒരു ഗൂസ് ബംസ് ഫീലിങ്സ് ആണ്. ഇന്ന് ഞാൻ കുറേ സ്റ്റോറീസ് കേട്ടു ആൻഡ് ഐ എം ജനറലി ടച്ച്ഡ് ഫ്രം ഹാർട്ട് ആൻഡ് ഐ അപ്രീഷിയേറ്റ് ഇങ്ങനത്തെ ആൾക്കാർ ഈ വക ഇനിഷ്യേറ്റീവ്സ് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് എംപവേഴ്സ് മെനി അതർ വിമൻ ടു ഡു സോ മച്ച് മോർ ആൻഡ് ആബ്സല്യൂട്ട് പ്ലഷർ. വേറൊന്നും പറയാനില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇവന്റ് ആൻഡ് ഐ തിങ്ക് മോർ ഓഫ് ദിസ് ഇവന്റ് ഷുഡ് ഹാപ്പൻ ഇൻ ദുബായ്. രണ്ട് ഗായകരുടെ അപൂർവ കൂടിക്കാഴ്ചയ്ക്കും ഹെയർ സ്റ്റോറി വേദിയായി. ആത്മീയതയെയും സംഗീതത്തെയും ഇഴചേർത്ത് ലോകശ്രദ്ധ നേടിയ രണ്ട് യുവഗായകർ. അബുദാബിയിലെ ആയിഷ അബ്ദുൽ ബാസിത്തും സാക്ഷാൽ AR റഹ്മാന്റെ മകൾ ഖദീജ റഹ്മാനും. മലയും മണലും സഹവാസി, അലയും കടലും സഹവാസി, വിതയും മരമും സഹവാസി, എല്ലാം സഹവാസി. വർഷങ്ങളായി പരസ്പരം ആശയവിനിമയം നടത്തുന്ന ഇവർ രണ്ടുപേരും നേരിൽ കണ്ടത് ഒരിക്കൽ മാത്രമായിരുന്നു. നേരിട്ട് ഞാൻ തമിഴ്നാട്ടിൽ ഒരു പെർഫോമൻസിന് പോയപ്പം ഷീ മെസ്സേജ് മീ ആൻഡ് ദെൻ ഐ ഗോട്ട് ലക്കി ഇനഫ് ടു മീറ്റ് ഹെർ ഇൻ പേഴ്സൺ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യം മുതലേ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കറൻറ്റ് ഉള്ള വോക്കൽ ടീച്ചറിനെ സിസ്റ്റർ ഖദീജയാണ് സജസ്റ്റ് ചെയ്തത്. ഖദീജയ്ക്കും ആയിഷയെക്കുറിച്ച് പറയാനേറെയുണ്ട്. More than 2-3 years of friendship, and she also supports my work and she shares whenever my song comes out, she messages or she shares, and I think that sisterhood is something I'm taking from our relationship, and her parents are so sweet and kind, and I think that's what we look for in other human beings, that sort of a support and kindness and goodness. So I feel very I think it's very informal whenever, I mean, we met first time but doesn't feel like we had met for the first time, so I'm so happy to have met she and her family, and I just feel she's one cute angel. ഹെയർ സ്റ്റോറിയെ കാലിഗ്രഫിയിൽ ആവാഹിച്ച മറ്റൊരു കലാകാരി കൂടി കയ്യടി നേടി. കാലിഗ്രഫറായ റഫ റാസിഖ്. പെൺകരുത്തിനെ ആധാരമാക്കി ഹെയർ സ്റ്റോറിക്കായി തയ്യാറാക്കിയ കാലിഗ്രാം ലോഗോ റഫ വേദിയിൽ മീഡിയ വൺ ജനറൽ മാനേജർ സവാബ് അലിക്ക് കൈമാറി. ഒരു സ്ത്രീയുടെ മുഖരൂപം ഉൾക്കൊണ്ട ഒരു കാലിഗ്രാം ആയിരുന്നു. അറബി തൂലികയുടെ ഓരോ സ്ട്രോക്സും തൂലികയുടെ ശക്തി, പെൻമെൻഷിപ്പിൻ്റെ പവർ ആണ്. ഓരോ സ്ട്രോക്സും ഒരുപാട് സ്ത്രീകളുടെ കഥകൾ പറയുന്നു. ഒരു അറബിക് കോട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോൾഡൻ സ്ട്രോക്സിലൂടെ. സ്ത്രീയുടെ ശക്തിയും നമ്മൾ എത്രത്തോളം റെസിലിൻ്റ് ആണ് എന്ന ഈ കാര്യങ്ങൾ അവിടെ ഡെപ്പിക്റ്റ്. ഹെയർ സ്റ്റോറിയിൽ അനുഭവം പറയാനെത്തിയ 11 പേർക്കും അവരുടെ പേരുകൾ കുറിച്ച കാലിഗ്രാം റഫ കൈമാറി. മീഡിയ വണിലൂടെ ലോകമറിഞ്ഞ മലയാളം പറയുന്ന ഇമറാത്തി അൽ ഹിലാലി സഹോദരിമാർ നൂറയും മറിയവും ഹെയർ സ്റ്റോറിയിലും സദസ്സിന്റെ ഹൃദയം അവർ കീഴടക്കി. ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. എനിവേ താങ്ക്സ് ഫോർ വെയിറ്റിംഗ് എവരിവൺ. ഞങ്ങളും ബൈ ദ വേ ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ നേരത്തെ ആയിരുന്നല്ലേ. സോ ഫാസ്റ്റ്. ഇവരുടെ മലയാളത്തിന്റെ സൗന്ദര്യവും കൗതുകവും ഇപ്പോഴും കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്നുവെന്ന് ചുരുക്കം. വിളിയൊന്നും വന്നില്ല. ഒരു മാസം 2 മാസം 3 മാസം വിട്, ദൈവ വിളിയൊന്നും ഇല്ലല്ലോ. പെൺകരുത്തിന്റെ കഥകൾ അവസാനിക്കുന്നില്ല. വ്യത്യസ്തമായ ഹെയർ സ്റ്റോറിയുടെ പുതിയ കഥകൾക്കായി കാത്തിരിക്കുന്നവർ നിരവധിയാണ്.